അവിഹിതം എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ മതിയാണ് പോകുന്നതുകൊണ്ട് കുറേശ്ശെ അഴിച്ചു കാണിക്കുമ്പോ കൗതുകം കൂടും. നിങ്ങൾ തമ്പിനയിൽ ഇപ്പൊ ഇതിന്റെ പേരിലും ചെയ്യത്തില്ലേ? ഇയാൾക്കറിയാവോ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്? പേരന്റ് ആകാനുള്ള അറിവ് തനിക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോ ഞാൻ പഠിക്കണ്ടല്ലോ. വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്ന മര്യാദ. റോഡിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ചാണകം കണ്ട ഇയാൾ ചവിട്ടി നോക്കുവോ? ഒരിക്കലും കാശിന് കൊള്ളാത്ത ഒരു സ്കൂളിനകത്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മകന്റെ സ്കൂളിൽ ചെല്ലേണ്ടത്. മണ്ടനാണ്. ആ വിവരം കേട്ടവനാണ്. അതിന്റെ കഴിവാണ്. അതിനാണ് പകൽമാന്യന്മാരെന്ന് പറഞ്ഞത്. ഇയാളും പകൽമാന്യനായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കും. മോഹൻലാൽ 16 പേരെ ഇടിക്കാൻ പോയിട്ട് എണ്ണീറ്റ് കസേരന്ന് നീക്കാൻ പോലും കഴിവ് ചിലപ്പോൾ കാണത്തില്ല. യൂസ്ലെസ് ഒരുത്തനുണ്ടല്ലേ രജനീകാന്ത്, അവനെ കടിക്കത്തില്ലേ, ബുള്ളറ്റ് കടിക്കുകയില്ല. വിവരമെങ്കിലും വേണം. ഇവിടെ ഇതൊക്കെ ആരാടാ ഉണ്ടാക്കിയത്? രാമ, കൃഷ്ണ, യേശു, അള്ള. ജാതി എന്ന് പറയുന്ന ഒരു സാധനം കറുത്ത മനുഷ്യരാണ് വെളുത്തത്. ഈ ആരിഫ് ഹുസൈൻ ഡിബേറ്റിലൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദുവിൽ ഇതിങ്ങനെ ഇല്ലല്ലോ. നിലവിൽ ഇവിടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് അവർക്കുള്ളതെന്ന് കാണാൻ പറ്റും. അത് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്കത് പ്രതികരിക്കാൻ തോന്നുന്നത്. ഈ യുക്തിവാദികളെന്ന് പറയുന്നവർക്ക് ബേസിക്കലി വിവരമില്ല.